السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أهل الصدق والوفاء. اللهم كن لنا معينا ومسعفا يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും ആദരണീയരായ മജ്ലിസുൽ ഹുസ്ന മുഹിബ്ബീങ്ങളെ, എല്ലാവർക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആഫിയത്തുള്ള ദീർഘായുസ് അവന്റെ ത്വാഅത്തിലും ദുആയിലുമായി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഇന്നിന്റെ ലോകത്തിൽ വളരെയധികം വിഷമങ്ങളിലൂടെയും പ്രയാസങ്ങളുടെയും പ്രതിസന്ധിയിലൂടെയും കടന്നു പോകുന്ന കാലങ്ങളാണല്ലോ ഇപ്പോൾ നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ വിഷമങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും സലാമത്ത് ലഭിക്കുന്നതിന് വേണ്ടി മഹാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പവിത്രവും പരിഭാവനവുമായ അവന്റെ ഇസ്മുകളിൽ ഏറ്റവും പവിത്രമായ ഒരു ഇസ്മാണ് സലാം. ആ സലാം എന്ന് പറയുന്ന പവിത്രമായ ഇസ്മ് ഏതാനും എണ്ണങ്ങൾ ചൊല്ലി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു നമ്മെ ഖബൂൽ ചെയ്യുമാറാവട്ടെ. മുഅ്മിനീങ്ങളായ ഓരോ മനുഷ്യനും നിസ്കരിക്കുന്ന നിസ്കാരത്തിന് ശേഷം പറയുന്ന ചില വാക്കുകളുണ്ട്. اللهم أنت السلام ومنك السلام وإليك يرجع السلام حينا ربنا بالسلام. അല്ലാഹുവേ, നീയാണ് രക്ഷ, നിന്നിൽ നിന്നാണ് രക്ഷ, നിന്നിലേക്കാണ് ഞങ്ങളുടെ മടക്കം. اللهم أنت السلام, നീയാണ് രക്ഷ, ومنك السلام, നിന്നിൽ നിന്നാണ് രക്ഷ, وإليك يرجع السلام, സലാമിന്റെ മടക്കം നിന്നിലേക്കാണ്. ഹയ്യനാ റബ്ബനാ ബിസ്സലാം, പടച്ചവനെ, ഞങ്ങളുടെ യജമാനനായ സൃഷ്ടാവായ പരിപാലകനായ റബ്ബേ, ഞങ്ങളെ നീ രക്ഷ കൊണ്ട് ജീവിപ്പിക്കണമേ. ഈ വാക്കുകൾ നമ്മൾ നിസ്കാരത്തിന് സലാം വീട്ടിയ ശേഷം നമ്മൾ പറയാറുണ്ട്. ഇത് വെറും ഒരു വാക്കല്ല. കാരണം നമ്മൾ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്ക് നമ്മളെ രക്ഷപ്പെടുത്താനുള്ളത് സർവലോക സംരക്ഷകനായ അല്ലാഹു ആണെന്ന് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ വിശ്വാസം അതാണെന്ന് പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് അള്ളാഹുവിന്റെ പവിത്രമായ ഈ സലാം എന്ന് പറയുന്ന ഇസ്മ നമുക്ക് ഏതാനും എണ്ണങ്ങൾ ചൊല്ലി ദുആ ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. യാ സലാമു യാ അല്ലാഹ്, 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 യാ സലാമു യാ അല്ലാഹ്,
يا سلام يا الله 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 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള ആയിരക്കണക്കിന് സ്വലാത്തുകളിൽ രോഗശമനത്തിന് ഏറ്റവും ഉപയോഗപ്പെടുത്താവുന്ന ഒരു സ്വലാത്താണ് സ്വലാത്തു തിബ്ബ്. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم طب القلوب ودوائها وعافية الأبدان وشفائها
ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا ومولانا محمد عدد ما في علم الله صلاة ترضي صلاة دائمة بدوام ملك الله صلاة ترضيك وترضيه وترضى بها عنا يا أرحم الراحمين. രാജസയ്യിദായ റബ്ബേ, നിന്റെ പരിശുദ്ധമായ ഇസ്മുകളിൽ നിന്ന് വളരെ പവിത്രമായ സലാം എന്ന് പറയുന്ന ഇസ്മ ഞങ്ങൾ ചൊല്ലിയത് നീ കബൂലാക്കണേ അല്ലാ. ഈ ഇസ്മിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. നിന്റെ പരിശുദ്ധമായ ഇസ്മിന്റെ ആ സലാം എന്ന് പറയുന്ന ഇസ്മിന്റെ അർത്ഥം തന്നെ രക്ഷ എന്നാണല്ലോ. നീ ഞങ്ങളെ ദുന്യവിയും ഉഖ്റവിയുമായ സർവ വിഷമങ്ങളിൽ നിന്നും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. സർവ പ്രയാസങ്ങളും ദൂരീകരിക്കണേ അല്ലാ. സർവ മശഖത്തുകളും നീക്കിത്തരണേ അല്ലാ. എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാ. സദസ്സിൽ നിന്ന് ആമീൻ പറയുന്നവരുടെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ അല്ലാ. ഭയാനകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളെ ആഖിബത്ത് രക്ഷപ്പെടുത്തണേ അല്ലാ. നീ രക്ഷ നൽകിയവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. രണ്ട് ലോകത്തും ഞങ്ങൾക്ക് സമാധാനം നൽകണേ അല്ലാ. സൗഖ്യം നൽകണേ അല്ലാ. മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടെയുള്ള മരണം നൽകണേ അല്ലാ. ഖബറിൽ നീ ഞങ്ങൾക്ക് രക്ഷ നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കള്, ഞങ്ങളുമായി ബന്ധപ്പെട്ട ഗുരുവര്യന്മാർ, ഞങ്ങളുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ മുഹിബ്ബീങ്ങൾ പലവരും ഇന്ന് ഖബറിലാണ് അല്ലാ. അവർക്ക് നീ നിന്റെ സലാമ കൊണ്ട് നീ രക്ഷ നൽകണേ അല്ലാ. നീ സലാമത്ത് നൽകണേ അല്ലാ. അവരെയും ഞങ്ങളെയും ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളോടുകൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. നിന്റെ പരിശുദ്ധമായ ലിഖാ ഞങ്ങൾക്ക് കാണിക്കണേ അല്ലാ. ഹബീബായ നബി തങ്ങളെ ഹൗലുൽ കൗസർ നൽകണേ അല്ലാ. ഞങ്ങളെ കിതാബ് വലങ്കയിൽ തെരീപ്പിക്കണേ അല്ലാ. നിന്റെ തണലല്ലാതെ മറ്റൊരു തണലും ലഭിക്കാത്ത മഹ്ശറയിൽ നീ ഞങ്ങൾക്ക് നിന്റെ തണല് നൽകണേ അല്ലാ. നിന്റെ അർശിന്റെ തണല് നൽകണേ അല്ലാ. ഞങ്ങളെ നന്മ തൂക്കുന്ന സമയത്ത് ഞങ്ങളെ നന്മകൾക്ക് നീ മുൻതൂക്കം നൽകണേ അല്ലാ. اللهم اجعل آخر كلامنا عند انتهاء آجالنا بكلمة التوحيد لا إله إلا الله في ليلة الجمعة أو في نهارها يا رب العالمين. اللهم أعز أهل السنة والجماعة وأذل أهل البدعة والضلالة. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل الكفرة والكافرين وأذل اليهود والنصارى. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في فلسطين. اللهم نجنا من القوم الظالمين. اللهم نجنا من القوم الكافرين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار يا عزيز يا غفار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا ارحمهم كما ربونا صغارا. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.